ദാമ്പത്യത്തിലെ പ്രശ്നങ്ങൾക്ക് പല കാരണങ്ങളുണ്ടാകും. സംശയം, അവിഹിത ബന്ധങ്ങൾ, പങ്കാളിയുടെ മദ്യപാനം, അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ. ഒന്നിച്ച് ജീവിക്കാൻ കഴിയില്ലെങ്കിൽ പരസ്പരം ബന്ധം പിരിയുന്നതാണ് നല്ലത്. അല്ലാതെ എല്ലാം സഹിച്ചും ക്ഷമിച്ചും ജീവിക്കാൻ ശ്രമിച്ചാലും ഒരിക്കൽ പൊട്ടിത്തെറി ഉണ്ടാകാം. കണ്ണൂർ മോറാഴയിലെ രേഷ്മയും ഭർത്താവ് സന്തോഷ് കുമാറും തമ്മിലുള്ള ദാമ്പത്യ തർക്കം കോടതിയിൽ വരെ എത്തി. മധ്യസ്ഥ പ്രകാരമുള്ള 10 ലക്ഷം രൂപ കൊടുക്കാത്തതിനാൽ രേഷ്മ സന്തോഷിന്റെ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു താമസം. അതിനിടെ ഉണ്ടായ പ്രകോപനങ്ങൾ കൊലപാതകത്തിൽ കലാശിക്കുന്നു. 2019 നാടിനെ നടുക്കിയ രേഷ്മ കൊലക്കേസിൽ ഒടുവിൽ പ്രതി സന്തോഷിന് കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നു. പ്രതി 1 ലക്ഷം രൂപ പിഴയടക്കണമെന്നാണ് തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയുടെ ഉത്തരവിലുള്ളത്. മെയ് 31 രാത്രി 7:30 കേസിനാസ്പദമായ സംഭവം. രേഷ്മയും ഭർത്താവ് സന്തോഷും 4 വർഷമായി പരസ്പരം അകന്നു കഴിയുകയായിരുന്നു. 2014 മാർച്ച് 23 ഇവരുടെ വിവാഹം. പിന്നീട് കുടുംബവഴക്കിനെ തുടർന്ന് സന്തോഷ് കുമാറും അമ്മയും മറ്റൊരു വീട്ടിലേക്ക് താമസം മാറി. മധ്യസ്ഥ ചർച്ചയിൽ തീരുമാനിച്ചത് പ്രകാരമുള്ള 10 ലക്ഷം രൂപ കൊടുക്കാത്തതിനാൽ രേഷ്മ സന്തോഷിന്റെ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു താമസം. സംഭവ ദിവസം വീട്ടിലെത്തിയ പ്രതി രേഷ്മയുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടു. തുടർന്ന് കഴുത്തിനും പുറത്തും വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ രേഷ്മയെ കണ്ണൂർ AKG ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രാത്രിയോടെ മരിച്ചു. പോലീസ് ഇൻസ്പെക്ടർമാരായ A. അനിൽകുമാർ, NK സത്യപാലൻ എന്നിവരാണ് കേസ് അന്വേഷിച്ചത്. ഭർത്താവ് സന്തോഷിന് ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപ പിഴയുമാണ് കോടതി ശിക്ഷ വിധിച്ചത്. തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി 1 ജഡ്ജി ഫിലിപ്പ് തോമസ് ആണ് കേസിൽ വിധി പറഞ്ഞത്. പ്രോസിക്യൂഷനു വേണ്ടി അഡീഷണൽ പ്രോസിക്യൂട്ടർ E. ജയറാംദാസ് കോടതിയിൽ ഹാജരായി. ന്യൂസ് 18 കണ്ണൂർ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.